അടുപ്പ് കത്തിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നു. ഈ വീഡിയോയിലൂടെ മറ്റു പല ക്ലോക്ക് വെക്കേണ്ടത്, ദൈവങ്ങളുടെ ഫോട്ടോ വെക്കേണ്ടതൊക്കെ ഇതിൻ്റെ ഈ ചാനലിൽ കയറി നിങ്ങൾക്ക് അടിച്ച് നോക്കിയാൽ കാണാം. അത് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതിനെ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുകയും അതിൽ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഈ അടുപ്പ് വിറകടുപ്പ് ഉണ്ട്. വിറകടുപ്പ് നമ്മൾ കിഴക്കോട്ടേക്ക് ആണ് ഇവിടെ തിരിഞ്ഞ് നിൽക്കുന്നത്. നമ്മൾ കിഴക്കോട്ടേക്ക് തിരിഞ്ഞ് അടുപ്പ് കത്തിക്കുക. അത് ഗ്യാസ് അടുപ്പായാലും അങ്ങനെ തന്നെ വേണം. ഏത് തരത്തിലുള്ള അടുപ്പായി കഴിഞ്ഞാലും നമ്മൾ വേറെ ഒരു ദിക്കിലേക്ക്, ഈ വീട് എങ്ങനെ പണിതാലും, ഇതിപ്പം വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന വീടാണ്. ഇവിടെ എങ്ങനെ നോക്കിയാൽ നമുക്ക് സൗകര്യങ്ങൾ ഏതെല്ലാം വേണമെങ്കിൽ സൗകര്യങ്ങൾ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സൗകര്യങ്ങൾ നോക്കാതെ നമ്മൾ നേരെ കിഴക്കോട്ടേക്ക് തിരിഞ്ഞേക്കണം. കിഴക്കാണ് അഗ്നിയുടെ സ്ഥാനം. സൂര്യൻ ഉദിച്ച് വരുന്നതാണ്. ആ സൂര്യഭഗവാന്റെ ഇത് വിളിച്ച് അത് നേരെ കിഴക്ക് നിന്നിങ്ങോട്ട് നമ്മുടെ അടുക്കളയിലേക്ക് കടന്നു വരണം. ആ സൂര്യഭഗവാനോട് നമ്മൾ നേരെ നോക്കി നിന്ന് അതിങ്ങനെ തൊഴുതതിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിക്കുക. അവിടെ യാതൊരു ദോഷഫലങ്ങളും ഉണ്ടാവില്ല. വേറെ ഒരു സ്ഥലത്തും അടുപ്പ് കത്തിക്കരുത്. പണ്ട് ഇതൊക്കെ നോക്കാതെ പിന്നെ അടുപ്പുകൾ പണിതിരുന്നു. അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നിതിപ്പോൾ എല്ലാം നോക്കി വരുന്നുണ്ട്. ഇത് നോക്കുന്നവർക്ക് അതിൻ്റേതായ ഗുണങ്ങളും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അടുപ്പുകൾ പണിയുമ്പോൾ എങ്ങനത്തെ അടുപ്പായാലും അഗ്നി കത്തിക്കുന്നുണ്ടെങ്കിൽ അത് കിഴക്കോട്ടേക്ക് തിരിഞ്ഞു നിന്നായിരിക്കണം അത് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നു. നിങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.